വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇന്ന് മുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട്, ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലോട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പോകണം. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടേ. അപ്പോൾ ഞാൻ എല്ലാ ഏരിയാസും നല്ല രീതിയിൽ കവർ ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 1.5 മണിക്കൂറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഉടനെ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചിരിക്കണം. വെയിറ്റ് ചെയ്യരുത് ഒന്നിനും വേണ്ടിയിട്ടും. സമയം എന്ന് പറയണത് നമ്മുടെ കയ്യിലില്ല തീരെ. ഓക്കെ, അപ്പോൾ നമ്പർ 1, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ്? താഴെ പറയുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നമ്പർ 1, depreciation is a non-cash expenditure charged to profit and loss account. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ 2, assets is equal to equities is the basic accounting equation. Number 3, provisions are created through appropriation of profits. Number 4, capital profits will be treated as income in the profit and loss account. Statement 1 and 2, 2 and 3, 3 and 4, 2, 3 and 4. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. 4 സ്റ്റേറ്റ്മെന്റ്സിലോട്ട് കവർ ചെയ്യണം. നമ്പർ 1, ഡിപ്രീസിയേഷൻ ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. കറക്റ്റ് അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ യൂസ് ചെയ്യാണ്ട് വെറുതെ ഇരുന്നാലോ അതിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം അല്ലേ? നോർമൽ വെയർ ആൻഡ് ടയർ. അപ്പോൾ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചറാണ്, നമുക്കറിയുന്നതാണ്, കറക്റ്റാണ്. നമ്മളത് എവിടെ ചാർജ് ചെയ്യുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ കറക്റ്റാണ്. ദെൻ നമ്പർ 2, അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ് ഈസ് ദ ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതും കറക്റ്റ് അല്ലേ? ഇക്വിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ 2 ടൈപ്പ് ഇക്വിറ്റിയാണ്. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇന്റേണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ആണ് ക്യാപിറ്റൽ, എക്സ്റ്റേണൽ ഇക്വിറ്റി ആണ് ലൈബിലിറ്റി. സോ അസറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിം ആണ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, അതിനെയാണ് നമ്മൾ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ അത് ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ നമ്പർ 3, provisions are created through appropriation of profits. തെറ്റല്ലേ? എന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് അവിടെ പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയാം. അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് യൂഷ്വലി എവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? പ്രോഫിറ്റ് ഉണ്ടായി, ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മളിപ്പോൾ റിസർവിലോട്ട് മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നു എമൗണ്ട്. അതൊക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? നേരെ മറിച്ച് പ്രൊവിഷൻ്റെ കേസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ് പ്രൊവിഷൻ അല്ലേ? ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുമ്പോൾ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്. ഈ പറയുന്ന എമൗണ്ട്, പെർട്ടിക്കുലർ എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അത് പ്രോഫിറ്റ് ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രൊവിഷൻ. അപ്പൊ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്സ് ആണ്. പ്രോഫിറ്റ് എത്രത്തോളം കുറയാണ് ചെയ്യുക പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലേ? P&L അക്കൗണ്ടിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് കുറയാണ്, അപ്രോപ്രിയേഷൻ അല്ല. എന്താണ് പ്രൊവിഷന്റെ കേസിൽ? പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ എന്താ? ചാർജ് against
പ്രോഫിറ്റ് ആണ്, അല്ലാണ്ട് അവിടെ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല. സോ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ. ദെൻ നമ്പർ 4, ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതും തെറ്റല്ലേ? ക്യാപിറ്റൽ പ്രോഫിറ്റ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. P&L അക്കൗണ്ടിൽ നമ്മൾ എന്ത് പ്രോഫിറ്റാണ് കാണിക്കുക? റവന്യൂ പ്രോഫിറ്റ് ആണ് അല്ലേ? ഓപ്പറേറ്റിംഗ് ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിക്സഡ് അസറ്റ് വിറ്റു, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് അതിൻ്റെ ട്രാൻസാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയാതെ നമ്മൾ എവിടേക്ക് മാറ്റുക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റുക. ഓക്കെ. അപ്പോൾ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഇൻ P&L അക്കൗണ്ട് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ 3ഉം 4ഉം ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക, 3 and 4. ഓക്കെ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത് +2ലാണ്. അപ്പോൾ നമ്മുടെ സിലബസിലെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വിൽ ബി. നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ദെൻ 3 ഡീറ്റെയിൽസ്, ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് 2500, ബാങ്ക് ചാർജസ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് 150, 150, then check issued to supplier but not presented for payment ₹15,000. ഇങ്ങനെ ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ബാലൻസ് ആസ് പെർ ബാങ്ക് പാസ്ബുക്കാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് ബുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കൈയൊക്കെ ആക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് +2ന് അല്ലേ? അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് 32,000 അതിൻ്റെ ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അപ്പോൾ എന്താണ്? പാസ്ബുക്ക്, ക്യാഷ് ബുക്ക്. നമ്മുടെ കയ്യിലുള്ളത് ക്യാഷ് ബുക്ക്. അതിലിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ഓൺലി ഇൻ ദ പാസ്ബുക്ക്. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് പാസ്ബുക്കിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, കാണിച്ചിട്ടുള്ളൂ, ക്യാഷ് ബുക്കിലില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരാം എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പാസ്ബുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിലുള്ളത് ക്യാഷ് ബുക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ മാത്രം കാണിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പാസ്ബുക്ക് കൂടിയിട്ടുണ്ടായിരിക്കും. പാസ്ബുക്ക് കൂടിയിരിക്കുന്നുണ്ടായിരിക്കും, ക്യാഷ് ബുക്ക് കുറവാണ് ഇരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഈ പറയുന്ന പാസ്ബുക്കിൻ്റെ എമൗണ്ടാണ്. ഇവിടെ ക്യാഷ് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആണല്ല, ക്യാഷ് ബുക്ക് ഇവിടെ കുറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2500 ആഡ് ചെയ്യണം അല്ലേ? 2500 ആഡ് ബാക്ക് ചെയ്യണം. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് 2500 ആണ്. അപ്പോൾ പാസ്ബുക്കിൽ മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് കയറിയിരിക്കും. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, പാസ്ബുക്കിലെ എമൗണ്ട് കൂടിയിരിക്കും, ക്യാഷ് ബുക്കിൽ കുറഞ്ഞിരിക്കും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബുക്കാണ്. നമുക്ക് പാസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ 2500 ആഡാണ് വേണ്ടത്. ഞാൻ വെറുതെ ആഡ് എന്ന് അല്ലേ ഇവിടെ കാണിക്കണമല്ലോ. ഇനി നെക്സ്റ്റ്, ബാങ്ക് ചാർജസ് ഓൺലി ഇൻ ദ പാസ്ബുക്ക് ₹150. ബാങ്ക് ചാർജസ് പാസ്ബുക്കിൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം എമൗണ്ട് കുറയും. ഡെബിറ്റ് അല്ലേ വരാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറയാണ് ചെയ്യുക, ചാർജ് അല്ലേ. അപ്പോൾ പാസ്ബുക്കിൽ മാത്രം ബാങ്ക് ചാർജസ് കാണിച്ചു എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, ക്യാഷ് ബുക്ക് അവിടെ കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? പാസ്ബുക്കാണ്. അപ്പോൾ പാസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ ബാങ്ക് ചാർജസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ബാങ്ക് ചാർജസ് പാസ്ബുക്കിൽ മാത്രം കാണിച്ചുകൊണ്ട് പാസ്ബുക്ക് കുറഞ്ഞിട്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാഷ് ബുക്കാണ്. ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, പാസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് ചാർജസിൻ്റെ എമൗണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. 150 എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ. കാരണം ഒന്നുകൂടി പറയാം, ബാങ്ക് ചാർജസ് എന്ന് പറയുമ്പോൾ അത് ബാങ്കിൽ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രത്തോളം എമൗണ്ട് കുറയും. പാസ്ബുക്ക്, ക്യാഷ് ബുക്ക് കൂടിയിരിക്കും. ക്യാഷ് ബുക്കിൻ്റെ എമൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ള. സോ നമുക്ക്
പാസ്ബുക്കാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം, എന്നാലാണ് ഈക്വൽ ആവുക. ഓക്കെ. ഇനി നെക്സ്റ്റ്, ചെക്ക് ഇഷ്യൂ ടു സപ്ലയർ ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ₹15,000. അപ്പോൾ എന്താ ഉണ്ടാവുക? ചെക്ക് നമ്മൾ ഇഷ്യൂ നടത്തി സപ്ലയർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു, ചെക്ക് കൊടുത്തു. ബട്ട് അത് എവിടെ എത്തിയിട്ടില്ല? നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ബാങ്കിൽ എത്തിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്ബുക്കിൽ കാണിച്ചിട്ടില്ല, ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുണ്ടാവുക? ചെക്ക് ഇഷ്യൂ നടത്തുമ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് അത്രത്തോളം എമൗണ്ട് കുറയും. പാസ്ബുക്കിൽ ഇത് എന്ത് ചെയ്തിട്ടില്ല? കുറഞ്ഞിട്ടില്ല, അവിടെ പ്രസൻറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ പാസ്ബുക്ക് കയറിയിരിക്കും, ക്യാഷ് ബുക്ക് കുറഞ്ഞിട്ടിരിക്കണം അല്ലേ? നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? പാസ്ബുക്കാണ്. നമ്മുടെ കയ്യിലുള്ള എന്താ? ക്യാഷ് ബുക്കാണ്. അപ്പോൾ പാസ്ബുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ, ഇതിന് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിനെ ഇങ്ങോട്ട് ആഡ് ചെയ്യണം ഈക്വൽ ആക്കണമെങ്കിൽ. സോ ഈ ₹15,000 അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം ഇതിൻ്റെ കൂടെ, എന്നാലാണ് ഈക്വൽ ആവുള്ളൂ. അപ്പോൾ ഇതാണ് 3 കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടവരാ. 2,500 ആഡ് ചെയ്യണം, 150 ലെസ് ചെയ്യണം, 15,000 ആഡ് ചെയ്യണം. സോ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 32,000 പ്ലസ് 15,000, 7,000, then 47,000 പ്ലസ് 2,500, 49,500. 49,500 നിന്ന് 150 പോയാൽ 49,350 അല്ലേ? ഓപ്ഷൻ ബി ആണ് അപ്പോൾ ആൻസർ വരാം. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് ബുക്ക്? താഴെ പറയുന്നതിൽ ക്യാഷ് ബുക്കിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതിൽ ഏതാണ് കറക്റ്റ്? നമ്പർ 1, single column cash book is prepared under Impress system. Number 2, contra entries will appear in double column cash book. Number 3, 3 column cash book will contain 3 amount columns: cash, bank and discount. 1, 2, 3 are true. 1 and 2 only. 2 and 3 are true. നോക്കാം നമുക്ക്. Number 1, single column cash book is prepared under Impress system. തെറ്റല്ലേ? പെറ്റി ക്യാഷ് ബുക്കാണ് ഇംപ്രസ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയുന്നതാണ്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ. നമ്പർ 2, കോൺട്രാ എൻട്രീസ് വിൽ അപ്പിയർ ഇൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. കറക്റ്റ് അല്ലേ? ഒരു എൻട്രിയിൽ, ഒരു ട്രാൻസാക്ഷനിൽ എന്താണ്? ക്യാഷും ബാങ്കും സൈമിൾട്ടേനിയസ്ലി വരുമ്പോഴാണ് അല്ലേ ഒരു അക്കൗണ്ടിൻ്റെ 2 സ്ഥലത്തും അത് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺട്രാ എൻട്രീസ് എന്ന് പറയാം. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ. Number 3, 3 column cash book will contain 3 amount column: cash, bank and discount. അതും കറക്റ്റാണ്. 3 column cash bookൽ ഈ 3 വരും. അപ്പോൾ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. A sole trader keeping books under single entry provides the following details: opening capital 25,000, closing capital 50,000, drawings 10,000, additional capital brought during the year 15,000. പ്രോഫിറ്റ് ഓഫ് ദ സോൾ ട്രേഡർ ഈസ്. പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താണ് ഇക്വേഷൻ? ക്ലോസിംഗ് ക്യാപിറ്റൽ സി ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് ഡി, ഇത് രണ്ടും ആഡ് ചെയ്യുക, മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ആൻസർ കിട്ടില്ലേ? അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാ? 50,000 rupees ആണ്. പ്ലസ് ഡ്രോയിങ്സ് 10,000, അപ്പോൾ എത്രയായി? 60,000. മൈനസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 25,000 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ വരുന്നത് 15,000 rupees ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 പ്ലസ് 25 40. അപ്പോൾ 60,000 മൈനസ് 40,000 ഈസി അല്ലേ? 20,000 ആണ് എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഈസി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇൻ ഇന്ത്യ? Number 1, LLPs are registered under the Partnership Act 1932. Liability of all partners in an LLP are limited to their stake in the firm as that of shareholders of a company. Registration of LLPs are optional. There is only joint liability for partners in LLP, no joint and several liability. 1 and 2 are true. 2 and 3, 3 and 4, 2 and 4. നോക്കാം നമുക്ക്. LLPനെ പറ്റിയിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ആദ്യം LLPs ആർ രജിസ്റ്റേർഡ് അണ്ടർ ദ പാർട്ണർഷിപ്പ് ആക്ട് 1932. തെറ്റല്ലേ? LLP ആക്ട് 2008 ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്പർ 2, ലയബിലിറ്റി ഓഫ് ഓൾ പാർട്ട്നേഴ്സ് ഇൻ ആൻ LLP ആർ ലിമിറ്റഡ് ടു their stake in the firm as that of shareholders of a company. കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് അതിന് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറയുന്നത് LLPയിൽ ലിമിറ്റഡ് ആണ്. സാധാരണ പാർട്ണർഷിപ്പിൽ പറയുന്ന പോലെ ലയബിലിറ്റി വരുമ്പോൾ കുടുംബടക്കം നമ്മുടെ പേഴ്സണൽ തലയിലേക്ക് വരുന്ന പരിപാടി എവിടെ ഇല്ല, LLPയിൽ ഇല്ല. അവിടെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഓക്കെ. ദെൻ രജിസ്ട്രേഷൻ ഓഫ് LLPs ആർ ഓപ്ഷണൽ. അത് തെറ്റാണ്. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്, മാൻഡേറ്ററിയാ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ നമ്പർ 4, ദർ ഈസ് ഓൺലി ജോയിൻറ്റ് ലയബിലിറ്റി ഫോർ പാർട്ട്നേഴ്സ് ഇൻ ആൻ LLP. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആർക്കും പേഴ്സണലായിട്ട് തലയിലേക്ക് എന്ത് വരില്ല, ബാധ്യത വരില്ല, ലയബിലിറ്റി വരില്ല, ജോയിൻറ്റ് ലയബിലിറ്റി ഉള്ളോ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് 2ഉം 4ഉം ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് അഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മൾ നെക്സ്റ്റ് അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നിർബന്ധമായും നിങ്ങളെ പഠനം ആരംഭിക്കുക. നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഫോളോ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഹൈ ക്വാളിറ്റി പ്രീമിയം ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. മറുപടിയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.